ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു ഹെയർ പാക്ക് വീഡിയോ. ഈ ഇല ഞാൻ എന്തിരുന്ന് പറഞ്ഞു തരാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഇതാണ് ചെമ്പരത്തി ഇല. അടിപൊളി ഒരു ഹെയർ പാക്കാണ് ഈ ചെമ്പരത്തി കൊണ്ട്. നമ്മൾ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും പാക്ക് ഇട്ടാലും ഒരു ദിവസം ഇടാൻ മറന്നു പോയാലും നമ്മൾ സാധാരണ ഏത് ഓയിലാണ് യൂസ് ചെയ്യണത് ആ ഓയിൽ യൂസ് ചെയ്തിട്ട് ഈ ചെമ്പരത്തി താളി യൂസ് ചെയ്ത് മുടിയും കഴുകി കളഞ്ഞാൽ മതി. നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, ഉറപ്പാണ്. ഇനി ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യണമെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഹെയർ പാക്കാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്, അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിച്ചു തരാം. ഇത് എനിക്ക് അമ്മൂമ്മ അങ്ങനെയുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള ഹെയർ പാക്കുകളാണ്. അപ്പം നിങ്ങൾ ഈ ഒരു സാധനം കണ്ടോ, ഇതിൻ്റെ പേരാണ് ഡ്രാഗൺ ഫ്രൂട്ട്. എൻ്റെ വീട്ടിലുള്ളതാണ്, എന്താണെന്നും വളരാത്തത്. അതിനെപ്പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. പിന്നെ വേണ്ടത് പനിക്കൂർക്ക. ഇത് നല്ലൊരു സാധനമാണ്, മുടിയിൽ നല്ലൊരു സ്മെല്ല് കിട്ടും. ആ താളിയുടെ കൂടെ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ ഇത് ചേർത്തത്. അതിനുശേഷം വൃത്തി ഒന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ അകത്ത് വെള്ളപ്പൊടിയാണ്, മഴ സീസണാണ്, എന്നാലും ഒന്ന് കഴുകിയെടുക്കണം. വൃത്തി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് അത് ഒരു പദരൂപത്തിൽ കിട്ടും. നമുക്കൊരു സോപ്പിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പദരൂപത്തിൽ കിട്ടും. നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അത് ഞാൻ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഞാൻ 2 പേർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് പിഴിഞ്ഞെടുത്തോണ്ടാൽ മതിയേ. ഞാൻ കാണിച്ചത് ഞാൻ വീഡിയോ ആഡ് ചെയ്തപ്പോൾ കുറച്ച് ലോങ് ആയിപ്പോയി. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തുളസി ഇല, മുരിങ്ങ ഇല അങ്ങനെ വേണമെങ്കിലൊക്കെ ചേർക്കാം. ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ പെട്ടെന്ന് കിട്ടിയ സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും, നല്ല പതഞ്ഞ രൂപത്തിൽ കിട്ടും. ഇങ്ങനെ ഡയറക്റ്റ് തേക്കാതെ നമ്മൾ അരിച്ചോണം യൂസ് ചെയ്യാൻ വേണ്ടി. ഇത് കണ്ടു, ഇതൊരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അത് നോക്കിയാൽ തന്നെ അറിയാം, നല്ല കൊഴുപ്പ് രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇത് ഒരുപാട് സമയം തേച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യരുത്. അഥവാ ജലദോഷമൊക്കെ പെട്ടെന്ന് വരുന്നവർ കുളിക്കുന്നതിന് മുമ്പ് തേച്ചതിന് ശേഷം മാത്രം കഴുകി കളയാം. ഇത് അരിച്ചെടുത്തതിന് ശേഷമേ യൂസ് ചെയ്യാവുള്ളേ. ഇത് അരിച്ചെടുക്കുന്നതുണ്ടോ, ജെല്ല് ഫോമിലാണ് വരുന്നത്. മറ്റേ നമ്മൾ ഫ്ലാക്സ് സീഡൊക്കെ തിളപ്പിക്കത്തില്ലേ, അതിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി. അതേപോലെയല്ല, അത്ര തിക്കല്ല, എന്നാലും നമുക്ക് ഇത് നന്നായിട്ട് തേക്കാൻ പറ്റും. അതിണക്ക് തന്നെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പേ തേക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ജലദോഷം അങ്ങനെ ചില അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യം ഞാൻ തേക്കുന്ന എണ്ണ കാണിച്ചു തരാമെന്ന്. ഇതാണ് ഞാൻ തേക്കുന്ന എണ്ണ, നീലബൃങ്കാതി. ഞാൻ 1 മാസം ആയതേ ഉള്ളൂ, പക്ഷേ എനിക്ക് ഇഷ്ടംപോലെ ബേബി ഹെയർസ് വളരുന്നുണ്ട്. ഇതും തേച്ച് കുളിക്കുന്നതിന് 5 മിനിറ്റ് ഇതും താളിയും കൂടെ തേച്ചങ്ങ് കഴുകി കളയും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.